ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ തുടരും എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. ഒരുപാട് നാളായി നമ്മളിതുപോലെ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിം കണ്ടിട്ട്. അടിപൊളി ഫിലിമായിരുന്നു. പെർഫോമൻസ് ഒന്നും പറയാനില്ല. ലാലേട്ടൻ എന്താണെന്ന് നമുക്കറിയാം. ഒരുപാട് നാളായി ഇതുപോലത്തെ ഒരു ഫിലിംസ് വന്നിട്ട്. ഇത് ലാലേട്ടന്റെ ആക്ടർ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. തുടരും എന്ന സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു ഒരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ. പിന്നെ അവരെ പെർഫോമൻസ് ഒന്നും പറയണ്ട, അടിപൊളിയായിട്ട് തന്നെ അത് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളായി മോഹൻലാൽ ഇതുപോലെ ഹ്യൂമറും ആ ഒരു ഫാമിലി മാനൊക്കെ ആയിട്ട് കഥാപാത്രം ചെയ്തിട്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഫസ്റ്റ് ആ ഫാമിലി പാർട്ടുകളൊക്കെ ആയിരുന്നു. അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിക്കുക. അത്രയും അടിപൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഫാമിലി മാനിൽ നിന്നും ലാലേട്ടൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതൊക്കെ പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് തന്നെയാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. തരുൺ മൂർത്തി അടിപൊളിയായിട്ട് ഈ ഫിലിം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പുള്ളിയുടെ വേയിലൊരു ലാലേട്ടന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഫിലിം സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസിനൊക്കെ കൈയടിച്ച് മരിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടരും ഒരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു മോഹൻലാൽ ഫാൻ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ സിനിമ. അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് മോഹൻലാലിനെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മോഹൻലാലിന്റെ പെർഫോമൻസ്